ചേട്ടന്റെ പേരെന്നാ? ഭരതണ്ണ. വീട് എവിടെയാ? വീട് അമ്പലത്തിന്റെ മീൻ മേടിക്കാൻ വന്നിരിക്കും അല്ലേ? ആ ഓക്കെ. എന്താ ഈ മീനിന്റെ പ്രത്യേകത ഇവിടെ? പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒന്നാമത് പല വെറൈറ്റീസ് കുറേ ടൈപ്പില്ല. സാധാരണ സൈക്കിളിൽ കൊണ്ടുവരുമ്പോൾ ഒരു വെറൈറ്റി ഒന്നേ ഉണ്ടാവുള്ളൂ. ഇതല്ല, ഇവ ടെമ്പോയിൽ വരുമ്പോൾ എല്ലാ വെറൈറ്റീസിലും കുറേ മത്സ്യങ്ങളുണ്ട്, പല തരത്തിലുണ്ട്. ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ഇപ്പം മത്തി വളരില്ല, ചെറിയ മത്തി. ഈ മത്തിക്ക് ഇവിടെ ഞാൻ വന്നാലും നിങ്ങൾക്ക് എടുക്കൽ 100 രൂപയ്ക്ക് 1.5 കിലോ ആണ് ആ മത്തി. വളരുന്നില്ല, ഇപ്പം ചെറിയ മത്തി. അതേ മത്തി എൻ്റെ വീട്ടിന് മുമ്പിലേ പോകുമ്പം ഞാൻ ചോദിച്ചാലും 150 രൂപയ്ക്ക് 1 കിലോനാണ്. അതാ ഈ ഡിഫറൻസ്. അതാണ് പ്രത്യേകത. അത് മാത്രമല്ല, ഇത് ഫ്രഷും ആയിരിക്കും കുറച്ചുകൂടി. അത് മാത്രമല്ല, വേറെ കാര്യം, ഈ സ്വർണം തൂക്കുന്നൊക്കെ തൂക്കുകയും ചെയ്യില്ല. അതൊരു 5-10 ജാസ്തിയാണ് വീണത്. അങ്ങനെ തന്നെ, അതങ്ങനെ തന്നെ. അതിന് വാരം എടുക്കണമെന്നില്ല. ഇവൻ ഷാനവാസ്. സ്ഥലം ഷാനവാസ്. ഞാൻ പറഞ്ഞത് തൃക്കരിപ്പൂർ അല്ല, അറിയില്ല എനിക്കതായിട്ട് അറിയില്ല. ഞാൻ ടൗണിൽ ഒരു മെഡിക്കൽ ഷോപ്പിൽ ഒരു പെൺകുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ ഇതിൽ കൂടെ വേണം, കുഞ്ഞിരാമ എൻ്റെ ഫ്രണ്ടാണ് ഓണർ. കുഞ്ഞിരാമ എനിക്ക് ഇതിലേ പോകണം, ഷാനവാസിൻ്റെ ശേഷം മീൻ മനുഷ്യർ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ആ കുഞ്ഞോട് ഷാനവാസ് അവിടെ വന്നു. ഞാൻ ചെന്ത ഷാനവാസ് കൊണ്ട് ഞങ്ങളെ കാങ്കോലിലെ മത്സ്യം വിറ്റവനാണ്. സൈക്കിളിൽ നിന്ന് മോട്ടോർ സൈക്കിൾ മത്സ്യം വിറ്റിനി കണ്ടവൻ. അന്നേരം ഒരു ബോക്സിൽ മത്സ്യം എടുത്ത് വിറ്റാൽ അതാ ആ ഷാനവാസ് ഇപ്പോൾ വണ്ടി എടുത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ അവൻ്റെ മത്സ്യത്തിന് വേണ്ടിയിട്ടാണ് ആൾ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ കൂക്കിയിട്ട് പോയുമ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് വന്നിട്ട് കൂക്കിക്കൊണ്ട് ഒരാളെ ക്ഷണിച്ചു വരുന്നതല്ല. ഇയാൾ ഏകദേശം എത്ര വർഷമായി ഇവിടെ മീൻ വിൽക്കാൻ തുടങ്ങി? അപ്പം ഞാൻ വരുന്നിപ്പോൾ ഒരു 3 കൊല്ലമായിട്ട്. 3 കൊല്ലം ഞാൻ വരുന്നത്. മുമ്പ് എപ്പോൾ ഉണ്ടായിരുന്നു ഷാനവാസ് എനിക്ക് അറിയില്ല. 12 കൊല്ലമായിട്ട് ഞാൻ കാണുന്നുണ്ട്. 12 കൊല്ലമായിട്ടുണ്ടല്ലോ. നിങ്ങൾ 12 കൊല്ലമായിട്ട് സറൗണ്ട് തന്നെ പല സ്ഥലത്തായിട്ട്. അല്ല, ഇവിടെ ഈ ലൊക്കേഷനിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കൊറോണക്ക് ശേഷമാണ് ഈ ലൊക്കേഷൻ എടുക്കുന്നത്. കൊറോണക്ക് പിന്നെ സ്ഥലത്താണ് വീട് ഉണ്ടായിന്. അങ്ങനെ സ്ഥലം മാറി ഒരാള് സ്ഥലത്തിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആടുന്ന് വിടും. ഇവിടുത്തെ ഇപ്പം വീടെയാണ്. പിന്നെ ആ ഷെഡിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. കൊറോണ സമയത്ത് ഈ അന്നേരം വീടിലും ഒരു അമിതമായിട്ടുള്ള ലാഭം പ്രതീക്ഷിച്ചൊന്നും വരുന്നതല്ല. പക്ഷെ ഒന്നാമത് ഫ്രഷ് ആയിരിക്കും, രണ്ടാമത് പല വെറൈറ്റി ഉണ്ടാവും, മൂന്നാമത് എനിക്ക് പ്രത്യേകിച്ച് ഈ തൂക്കത്തിൽ ഈ മത്സ്യത്തിൽ ധാന്യം കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അന്നേരം ഇതിപ്പോൾ ഒരയില ജാസ്തി വീണിട്ട് അത് തൂക്കി കട്ടിങ് തന്നെ അവർ എടുക്കുകയും ചെയ്യില്ല, തിരിച്ചെടുക്കുകയും ചെയ്യില്ല. ആ വീട് അയില അങ്ങനെ തന്നെ ഒന്നും കടുംപിടുത്തമില്ല. ഇവിടുന്ന് 1 കിലോ മേടിച്ച് വേറെ പുറത്തു പോയെടുത്തൊക്കെ അതുണ്ടാവും. അതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഒരാളിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും എന്നാ പറയുന്നത്. ഒരു പെട്ടി മത്സ്യം, ഒരു 10 കിലോൻ്റെ മത്സ്യം എടുത്തിട്ട് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് കുറച്ച് ലാഭം എടുത്താൽ അതിൽ ഒരു 100-600 രൂപ ലാഭം കിട്ടുള്ളൂ. ലാഭം എടുത്താൽ ഇവന് അതല്ല, അയാൾ 50 രൂപ 1 കിലോയിൽ ലാഭം എടുക്കുമ്പോൾ ഇവന് 10 രൂപ എടുക്കുന്നുണ്ട്. കാരണം എന്താ പറയുക, ഇവൻ വെക്കുന്ന 20 പെട്ടി മീനാണ്, ഒരു പെട്ടി അല്ല. അന്നേരം ഇവന് 10 രൂപ എടുത്താൽ തന്നെ ഇവന് 5000 രൂപ കിട്ടും. ഇത് പയ്യന്നൂരുകാർക്ക് അങ്ങനെ പൊതുവെ അറിയപ്പെടുന്നില്ല അല്ലെ ഈ സംഭവം? പയ്യന്നൂരുകാർക്ക് പൊതുവെ അറിയപ്പെടുന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയില്ല. ഇത് അത്രയും ക്യൂ ഉണ്ട്. ഇത് വരുമ്പോൾ തന്നെ ക്യൂ ആയിരിക്കും. അല്ല, ഇവിടെ പെണ്ണുങ്ങളെ ഒരു 30 പെണ്ണുങ്ങൾ ഒരു 200 ആണെങ്കിൽ ഉണ്ടാവും സാധാരണ. ഇന്ന് ലേശം കുറവാണ്. എന്നല്ല പ്രത്യേകം എനിക്കൊന്ന് ഇപ്പോൾ ഈ നോമ്പിന്റെ സമയമാണല്ലോ, വാട്സപ്പിൽ ഇട്ടോടെ ആൾക്കാർ വാട്സപ്പിലിടും. എല്ലാവരും മൊബൈലിലും വന്നു. മത്സ്യത്തിന്റെ വെറൈറ്റിയിലെ മത്സ്യങ്ങളെല്ലാം കണ്ടു. റേറ്റ് കാണില്ല, റേറ്റ് ഉണ്ടാവില്ല, മത്സ്യങ്ങളെല്ലാം കാണും. പിന്നെ നല്ലോണം മത്സ്യം അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് എല്ലാ മത്സ്യം ഉണ്ടാവും. മാത്രമല്ല കുറച്ച് ചീപ്പായിട്ട് എന്തെങ്കിലും ബോണസ് തരികയും ചെയ്യും. അത് കൃത്യമായിട്ട് സമയം പറയാൻ പറ്റില്ല. എത്ര മണിക്കാണ് വരിക? അത് മടക്കരയിൽ നിന്ന് വണ്ടിയിൽ വരുന്ന മടക്കരയിൽ വരുന്ന അന്നേരം പിന്നെ അവന് അങ്ങനെയല്ല. കാരണം ഇവര് എടുക്കുന്ന വെച്ചാൽ ലാസ്റ്റ് പിന്നെ ബോട്ട് അടുക്കും തോറും ഇവർ അത് ഒരു രാവിലെ സമയത്തിലും വരുന്ന ബോട്ട് എന്ന് വെച്ചാൽ എല്ലാം ഹോട്ടലുകാരെ പോകുന്നത്. ഇവൻ ലാസ്റ്റ് ബോട്ടിൽ കാത്തെയും. കാരണം അത് എന്ന് വെച്ചാൽ വില കുറഞ്ഞ് ഇവന്. അപ്പൊ അതുകൊണ്ട് ഈടെ നമുക്കെന്ന് വെച്ചാൽ അതിന്റെ ഒരു ഗുണം മായമില്ലാത്തതാണ്. 100% എന്ന് വെച്ചാല് അഥവാ എന്തെങ്കിലും പഴക ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഓൻ അഡ്വാൻസ് ആയിട്ട് ഇത് എടുക്കണ്ടെന്ന് പറയും. അത് ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും, അത് എടുക്കണ്ടെന്ന് പറയും. 370 രൂപയ്ക്ക് മേടിച്ചു, നിങ്ങൾ 500 രൂപ കൊടുത്തു. നിങ്ങൾക്ക് ബാക്കി എത്ര തരണ്ട്? സാധാരണയായിട്ട്
ബാക്കി ബാലൻസ് എത്രയും കിട്ടില്ല. 370 നിങ്ങൾ മീൻ വാങ്ങിച്ചു, നിങ്ങൾ വേഗം 500 റുപ്യ കൊടുത്തു, നിങ്ങൾക്ക് ബാലൻസ് എത്ര കിട്ടി? ബാക്കി 130. 130 അല്ല, 150 തന്നു. അതെയാ, അങ്ങനെയാണല്ലേ? അയ്യോ, ഈ 5 റുപ്യ 10 റുപ്യക്ക് അതൊന്നും ചോദിക്കുകയും ചെയ്യില്ല. ശരി, 150 പോയി. പിന്നെ അല്ലോടോ എൻ്റെ 50 റുപ്യ ഇല്ല സാധനം വച്ചെന്നുകൊണ്ട് മീനെടുത്തു പോയി. അതല്ലേ അയാളെ പിന്നെ രണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഗൂഗിൾ പേ ആണ് അധികം. ഗൂഗിൾ പേ അധികം. അത് നോക്കാനില്ല. ഗൂഗിൾ പേ അത് അയച്ചോ ഇല്ലയോ ഒരാളും പറ്റിക്കില്ല. എല്ലാ പരിചയക്കാരും അറിയുന്ന ആൾക്കാരായിരിക്കും. വിശ്വാസത്തിന് വേണ്ടി ഒരാൾ പറ്റിക്കുകയും ചെയ്യില്ല, ചെയ്യുകയും ചെയ്യില്ല. പക്ഷെ അവൻ്റെ വിജയതാണ്. ബാക്കിയിൽ ഞാൻ പറഞ്ഞത്, ഒരു വണ്ടിക്കാരൻ ഒരു പറ്റി മത്സ്യം വൈകുന്നേരം വരെ കൂട്ടി വെച്ചാൽ ഓന് ചിലപ്പം 100-600 കിട്ടുമായിരിക്കും. പക്ഷെ ഇവനെയല്ല, ഇവന് കിട്ടൽ ഇവൻ 10-20 അയക്കൂട ആകോലി വലിയ ചെമ്മീൻ, ചെറിയ ചെമ്മീൻ, മറ്റേ 100 കണക്കിലെ മത്സ്യം കൊണ്ടുവന്നിട്ട് ഇവന് കിട്ടുന്ന 6000 റുപ്യ ആയിരിക്കും. ഓൻ 10 റുപ്യ എടുക്കേണ്ടി വരും. പിന്നെ എല്ലാവരും ഹോട്ടലിലെല്ലാം സപ്ലൈ ചെയ്ത് പാക്കറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാം എടുത്തു കൊടുത്തു വരുമ്പം തന്നെ. എന്നിട്ട് ഇങ്ങോട്ട് വരുന്നു. ഈ സ്ഥലത്തിന് പേര് പറയാ നാട്ടുകാരുടെ അഭിപ്രായം. ഷാനവാസിനെയും കാത്ത് ഇതാ ഇവിടെ ആൾക്കാർ നിൽക്കുകയാണ്. മീൻ വണ്ടി ഏകദേശം ഒരു 12:30 ആകുമ്പോൾ ഇദ്ദേഹം മത്സ്യവുമായിട്ട് ഇവിടെ എത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ നാട്ടുകാർക്കെല്ലാം ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ് പറയുന്നത്. കാരണം മത്സ്യം വാങ്ങാൻ നാട്ടുകാർ ഷാനവാസിനെയും കാത്തിരിക്കുകയാണ്. അത് ചില സമയം മണിക്കൂറുകളെ. കാരണം വേറൊരു പ്രത്യേകതയുണ്ട്, മത്സ്യം അവിടുന്ന് പുറപ്പെടുമ്പം മത്സ്യം വാങ്ങുന്നവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇദ്ദേഹം ഈ മെസ്സേജും മീനിൻ്റെ ഫോട്ടോ ഒക്കെ തന്നെ അയച്ചു കൊടുക്കാറുണ്ട് അത്രേ. അത് കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത്. സ്ത്രീകളടക്കം ഏകദേശം ഒരു ദിവസം ഒരു 30ഓളം ആൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. നമുക്കിനി ഷാനവാസിൻ്റെ ആ മത്സ്യം വിൽപ്പനയിലെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഷാനവാസിൻ്റെ മത്സ്യവണ്ടി വരാറായി. അതിനൊരു തെളിവാണ് ഈ കാണുന്ന ജനങ്ങളുടെ ക്യൂ. കാരണം ഈ ക്യൂ നിൽക്കാൻ കാരണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് നാട്ടുകാരുടെ. അതിൽ ഇന്ന് വിൽപ്പന നടത്തുന്ന മത്സ്യത്തിൻ്റെ പിക്ചർ ഇടുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് അല്ല? വാട്സപ്പ് ഗ്രൂപ്പ്. ആ പിക്ചർ കണ്ടിട്ടാണ് ആൾക്കാർ ക്യൂ നിൽക്കാൻ തുടങ്ങുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം ആ വണ്ടി ഇവിടെ എത്തും. അത് വാങ്ങിയിട്ട് പോകാനുള്ള ക്യൂവിലാണുള്ളത്. ഏകദേശം ഒരു 10-20ഓളം ആൾക്കാർ ഇപ്പം തന്നെ ക്യൂവിലുണ്ട്. പുത്തനല്ലേ നങ്കുണ്ടല്ലേ? പുതലിന് എത്രയാണ്? വേളൂരി ഉണ്ട്, വേളൂരി പാരലേ. നല്ല തിരക്കുണ്ടല്ലോ. നല്ല കട്ട് മാറ്റി. അതെ, ആയി ഇത് പുതിയ ഇത് പുതിയ
ഇത്തരത്തിലുള്ള മത്സ്യവില്പന നാട്ടിൻ പുറങ്ങളിൽ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഷാനവാസിനെ പോലെയുള്ള അവരുടെ ഇത്തരത്തിലുള്ള ജനകീയമായ മത്സ്യവില്പന. അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.